ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ടിഫിന് കൊടുത്തു വിടാവുന്നതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതുമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ബ്രേക്ക്ഫാസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് വറുത്തതോ വറക്കാത്തതോ ഏതാണേലും എടുക്കാം. അതിലേക്കൊരു 3/4 കപ്പ്, അധികം പുളിപ്പില്ലാത്ത 3/4 കപ്പ് തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്കും കൊണ്ട് നന്നായി ഒരു 8-10 മിനിറ്റ് നമുക്കിത് നന്നായി ഈ തൈരും റവയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പേ ചേർക്കാവേ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കല്. ഈ ബാറ്റർ ഒരു തിക്കായിട്ട് കിട്ടേണ്ടിയ ബാറ്ററാണ്. അതൊന്നുകൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അതായത് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾ ഉപയോഗിക്കുമോ അതെല്ലാം ചേർത്ത് കൊടുക്കാമേ. മിക്ക കുട്ടികൾക്കും വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ഏതൊക്കെ കുറേയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പം അവരതെല്ലാം നന്നായി കഴിക്കും. വളരെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി അവർക്ക്. 3/4 ഭാഗം വെജിറ്റബിൾസ് ഞാൻ ഇതിലിട്ടു. കുറച്ചൊരു 1/4 ഭാഗം നമുക്ക് ഇതിൻ്റെ ഈ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും ചേർക്കാം. എന്നിട്ട് ലാസ്റ്റിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് ആ ബേക്കിംഗ് സോഡ മുകളിലോട്ട് ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ താല്പര്യമില്ലെങ്കിൽ ഇനോ ചേർക്കാം, ഒരു പാക്കറ്റ്. എല്ലാം മെഡിക്കൽ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും ഇനോ ആണെങ്കിലും അത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി വെള്ളം ഒഴിക്കണേ. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. അല്ലാതെ ഇനോ ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യരുതേ. ഞാനിവിടെ പാൻ വെച്ച് അതിലേക്ക് നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ നെയ്യ്, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടി വരട്ടെ. എന്നിട്ട് ഞാൻ കൊച്ചു ഉത്തപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെങ്കിൽ വലുതുണ്ടാക്കാം, ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടുണ്ടാക്കാം. ഞാനിപ്പോൾ ഓരോ തവി ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് അടച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസ് കൂടി ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഈ മുകൾ വശം ഒന്ന് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഇത് മുകൾ വശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ തീ കുറച്ചിട്ട് വേവിച്ചാലും മതി. ആ സൈഡ് കരിയരുതേ. ഇനി കുറച്ച് നേരം മതി. മേള് ഫുള്ളായിട്ടും ഡ്രൈ ആയതാ. ഇനി ഒരു ഇച്ചിരി ഒന്ന് വെന്താൽ മതി. അപ്പം നമ്മുടെ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കോണും വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചോളം. ആ ചോളം ഞാൻ 2-3 എണ്ണം എടുത്തൊന്ന് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ അത് ആ കൂഞ്ഞിന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യും. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയേണ്ട, ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഇപ്പം ഞങ്ങൾ 5 പേർക്കുള്ളതാണ് ഞാനീ ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ചെടുത്ത് ഞാനൊന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് വല്ലതും ഇങ്ങനെ ക്രഷ് അരിഞ്ഞിടുവാണെങ്കിൽ ഞാനിതൊരു ടോസ്റ്ററിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് വെളിയിൽ പോകല്. അതനുസരിച്ച് നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് ചോപ്പറിൻ്റെ ചോപ്പ് ചെയ്യുക. ഞാനിപ്പോൾ മിക്സിയുടെ ഇതിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഒരു സവാളയും കൂടെ ഇതിൻ്റെ അകത്തിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. സവാള മിക്സിയിൽ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പൊടിയായിട്ട് കൈ കൊണ്ടാണേലും അരിഞ്ഞെടുക്കുക. എങ്ങനെയാണേലും പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഞാനങ്ങനെ ഈ സവാളയും കൂടെ ഒന്നിങ്ങനെ മിക്സിയിലിട്ടാണൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. എന്നിട്ടത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ കുറച്ച് മയോണൈസും ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് എത്രയൊക്കെ മയോണൈസും ടൊമാറ്റോ സോസൊന്നും ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. അതുപോലെ ബ്രെഡിൻ്റെ ഇതിൽ തേക്കണമെങ്കിൽ ബ്രെഡിൽ തേക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമേ. പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തുകൊണ്ട് ഈ ടൊമാറ്റോ സോസ് ഒന്നും തേക്കാതെ ആദ്യത്തെ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ശേഷമാണ് ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ഈ ബ്രെഡിൽ നമ്മൾ തേച്ചിട്ട് ഈ ഫില്ലിങ് വെക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോഴും നന്നായിട്ട് അത് നിറച്ചൊരു ഇച്ചിരി ഫില്ലിങ് വെക്കണേ, എന്നാലേ അതിൻ്റേതായ ഒരു രുചി വരത്തുള്ളൂ. ടൊമാറ്റോ സോസ് ഒന്നും ബ്രെഡിൽ തേക്കാതെ ഇത് മാത്രം വെച്ചോണ്ടേ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ആ ടൊമാറ്റോ സോസ് തേക്കുന്ന ഉടനെ നമുക്കൊരിത്തിരി ഒരു വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുമല്ലേ, ആ ഒരു ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ താണ്ട് ഇങ്ങനെ ഇതിലെല്ലാം ഒന്ന് നിറച്ചിങ്ങനെ വെക്കുന്നുണ്ട്. ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ പിള്ളേർക്ക് തികഞ്ഞില്ല, അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും, വലിയവർക്കും നല്ലതാണ്. പിന്നെ നമ്മൾ തലേന്ന് ഇതൊന്ന് ഇങ്ങനെ കുറച്ച് കോണെടുത്ത് ഇങ്ങനെ ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഈ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന്, അല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, രാവിലെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ ഫില്ലിങ് നമ്മൾ വെച്ചിട്ട് അതിന് മുകളിലൊരു ഈ പീസ് പോലുള്ള ചീസ്, സ്ലൈസ് ചീസ് കിട്ടുമല്ലേ, അതുകൂടെ വെക്കുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരിക്കും. ഞാൻ അതൊന്നും ചെയ്തില്ല, അല്ലാതെ ചെയ്താൽ. ഇപ്പം ഞാനിതൊരു നമ്മൾ ഗ്യാസേ വെക്കുന്ന ടോസ്റ്റർ ഉണ്ടല്ലേ, അതിൻ്റെ അകത്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇലക്ട്രിക് ടോസ്റ്ററിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ നമ്മളിത് ടോസ്റ്ററിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഒരു, അല്ലാതെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്യണം. ഞാൻ നാണ്ട് ഇങ്ങനെ ഇതിൽ വെച്ച് ഗ്യാസേൽ വെച്ച് ഇങ്ങനെ ചെറിയ രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് നമ്മളിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സൈഡിലായിട്ട് ഇത്തിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതേ മുക്കി തിന്നാനും നല്ല ടേസ്റ്റാണ്. ഞാനിതൊന്ന് നിങ്ങളെ മുറിച്ചുകൂടെ കാണിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ചീസ് താല്പര്യമുള്ളവർക്ക് ചീസ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ ഈ 2 റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും പ്രയോജനമാവുകയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ, bye. God bless you all. Thank you. Take care. Bye. See you.